ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ റിനോവേഷൻ പ്രോജക്റ്റിൻ്റെ വീക്ക് 6-ൽ ഈ കുഞ്ഞുമുറി, അതായത് വീക്ക് 1-ൽ ഞാൻ കാണിച്ച കുഞ്ഞുമുറി പെയിൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. അന്നേരം ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് ഈ മുറിയിൽ. അപ്പോൾ അതിന് മുമ്പ് അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ 2 കോട്ട് മിസ് കോട്ട് അടിക്കാനാണ് വിചാരിക്കുന്നത്. അതായത് ഡ്യൂലെക്സിൻ്റെ ബ്രില്യൻ വൈറ്റ് 50-50, വാട്ടറും 50, പെയിൻറ്റും 50-50 ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ നമ്മുടെ കിച്ചണും ബാത്റൂമിലും എന്തെങ്കിലും സ്ട്രിപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുക ആണെങ്കിൽ അതും കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മൾ ഈ പെയിൻറ്റ് മിസ് കോട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂലെക്സ് വൈറ്റ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അടിക്കുന്നുണ്ട് ആ കുഞ്ഞു റൂമിൽ അടിക്കുന്നത്. അപ്പം ബ്രഷിൽ അടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 ലിറ്റർ വാട്ടറും 1 ലിറ്റർ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇപ്പം പെയിൻറ്റും വാട്ടറുമായിട്ട് നല്ല ഒരു സെപ്പറേഷൻ കാണാൻ പറ്റും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ആവും. അപ്പോൾ നമുക്കത് അത് ജസ്റ്റ് ആ ബ്രഷിലോട്ട് അതൊന്ന് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പരുവം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാഡിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് മിൽവാക്കിയുടെ SDS ഡ്രിൽ വിത്ത് ഫിക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് നമ്മുടെ കുറച്ച് എഫേർട്ട് കുറഞ്ഞ് കിട്ടി. പിന്നെ ഞാനിവിടെ റോളർ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീലിംഗ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇങ്ങനെ അകത്തോട്ടൊക്കെ ഡിസൈൻ ഉണ്ടായതുകൊണ്ട് റോളർ ഇട്ടാൽ അവിടെ പെയിൻറ്റ് എത്തത്തില്ല, പിന്നെയും ബ്രഷ് ഇട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഈ പെയിൻറ്റ് ഒരു ഫസ്റ്റ് കോട്ട് അടിക്കുമ്പം അത്ര വൃത്തിയായിട്ട് തോന്നത്തില്ല. അത് കുഴപ്പമില്ല, അത് നോർമലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് കോട്ടൊക്കെ ആകുമ്പോഴേ ഇത് നല്ലവണ്ണം അല്ലെങ്കിൽ അതൊന്ന് ഉണങ്ങുമ്പോഴേ ഇതൊന്ന് തെളിഞ്ഞു വരത്തുള്ളൂ. 2 കോട്ട് മിസ് കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തെളിയുന്നുണ്ട്. കണ്ടോ, നിങ്ങളിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഒരു 2 കോട്ട് അടിക്കുമ്പോഴത്തേന് തെളിയുന്നുണ്ട്. ഇതിനെക്കാട്ടിലും നല്ലവണ്ണം തെളിയും അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ. സോ അതിൻ്റെ കളർ വന്നില്ലെന്ന് വിചാരിച്ച് ഒന്നും വിചാരിക്കണ്ട, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആദ്യം അതങ്ങനെ അറിയത്തില്ലായിരുന്നു. അത് കണ്ടില്ലേ, നല്ല നല്ല തെളിച്ചമായിട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഈ വോളെല്ലാം ഒന്ന് സാൻഡ് ചെയ്ത് പൊടികളെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീലിംഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈറ്റ് പെയിൻ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് നേരെ നമ്മളിപ്പം പെയിൻ്റ് അടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു പ്രൈമർ മേടിച്ചിട്ടുണ്ട്. ഈ സിൻസർ ബുൾസൈ 123 എന്നുള്ളതാണ്. ഞാൻ ഗ്രേ ആണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് 2-3 കോട്ട് അടിക്കേണ്ടി വരും. നിങ്ങൾ മേടിക്കുമ്പോൾ വൈറ്റ് മേടിക്കാൻ നോക്കണം. ഞാൻ ഓർഡർ ചെയ്ത് തെറ്റിപ്പോയി. 1/2 ലിറ്ററേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് വെച്ച് അങ്ങ് അടിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു റോളർ കൂടെ മേടിച്ചു. ഞാൻ ഇതുകൊണ്ടായതുകൊണ്ട് ടൈം കൂടുതലെടുക്കും. അപ്പം എന്തായാലും ഇത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം. നമ്മുടെ ഹൈറ്റിന് മേളിൽ, അതായത് സീലിങ്ങിലൊക്കെ പെയിൻറ്റ് അടിക്കുമ്പം പ്രത്യേകിച്ച് ഒരു കണ്ണാടിയൊക്കെ വെക്കാൻ വിചാരിക്കണം. കാരണം പറ്റുമെങ്കിൽ തലയെ ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് പെയിൻറ്റ് നമ്മുടെ തലയിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം കണ്ണാടി എടുക്കാൻ നിങ്ങൾ ഓർക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ മുറിയുടെ ഫസ്റ്റ് കോട്ട് ഓഫ് മിസ് കോട്ടാണ് അടിക്കുന്നത്.
ഇത് ഈ റോളർ ഉണ്ടായതുകൊണ്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഏകദേശം ഒരു 10 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ മുറി മൊത്തം അടിക്കാൻ പറ്റി. അപ്പം ബ്രഷ് ഇട്ട് പിന്നെ കോർണർ ഒന്ന് ചെയ്യേണ്ടി വന്നു. പിന്നെ നിങ്ങൾക്ക് ഈ കാണാവുന്ന പോലെ ഈ ബാത്റൂമിലെ കുറച്ച് ഫിറ്റിങ്സ് ബാക്കിയുള്ള സമയത്ത് ഞാൻ ഇളക്കാൻ നോക്കിയായിരുന്നു. ആ കണ്ണാടിയും പിന്നെ ഇവിടെ സോപ്പ് വെക്കുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ കബോർഡ്സൊക്കെയാണ്. കാരണം ബാത്റൂം സ്ട്രിപ്പ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും അതെല്ലാം ആദ്യം അഴിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ അന്ന് നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റുന്നതെല്ലാം അന്ന് തന്നെ ഞാൻ അഴിച്ചായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല ഈ ഐറ്റംസൊക്കെ അഴിക്കാൻ. പിന്നെ നിങ്ങൾ ഈ സീലിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വളരെ നമ്മുടെ കൈ എത്തും, എനിക്കവിടെ നിന്ന് കൈ എത്തുന്ന ഹൈറ്റിലാണ് ആ സീലിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ അഴിക്കാൻ ആണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ഏതായാലും ചെയ്യുന്നില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ അതും ഇളക്കാനാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ കിച്ചണിൻ്റെ ക്യാബിനറ്റൊക്കെ ഒന്ന് ഇളക്കാൻ പറ്റുമോ നോക്കുവാണ്. അപ്പം ഇന്ന് ഈ കിച്ചണിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം എത്രത്തോളം ഇളക്കാമെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കിച്ചണിലെ ഈ കബോർഡ്സൊക്കെ നല്ല സ്ട്രോങ് ആണ്, നല്ല തടികളായിരുന്നു. അപ്പം ഞാനത് സൂക്ഷിച്ചാണ് ആദ്യമൊക്കെ ഇളക്കാൻ നോക്കിയത്. അങ്ങനെ ഇളക്കണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തല്ലി പൊളിക്കാം. അതാകുമ്പോൾ ഇതിൻ്റെ പകുതി സമയം എടുക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇത് മാക്സിമം ഓരോന്നോരോന്നായിട്ട് തന്നെ ആണ് ഇളക്കിയത്. ഇപ്പം ഇവിടെ നമ്മൾ സിങ്ക് ഞാൻ ഇന്ന് ഇളക്കുന്നില്ല, കാരണം എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇളക്കുന്നില്ല. നമ്മൾ ഒന്ന് വലിച്ചു നോക്കട്ടെ. ഇത് നല്ല പണിപ്പെട്ടു. ഇപ്പോഴും എവിടെയൊക്കെയോ പിടിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ആവില്ല. ഇത് ഒരു ദിവസത്തെ പണിയുണ്ട് ഗൈസ്. ഇത് നമ്മൾ കറക്റ്റായിട്ടാണ് ഊരിയത്. ഒരു ഭാഗം മാത്രമേ എനിക്കിത് പൊട്ടിക്കേണ്ടി വന്നു, ആ പുറകിലത്തെ പ്ലാസ്റ്റിക് പോലെ. അല്ലാതെ എല്ലാം ഏകദേശം നല്ലതായിട്ട് തന്നെ ഊരി.
നമ്മൾ വീക്ക് 6 ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീക്ക് 6 നമ്മൾ അത്യാവശ്യം പണികൾ ചെയ്തു. അതായത് ഈ രണ്ട് ആ കുഞ്ഞു മുറിയും ഈ മുറിയും പെയിൻ്റ് അടിച്ചു. ഇവിടെ ഒരു കോട്ട് മിസ് കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. മേളിൽ 2 കോട്ട് പ്രൈമർ അടിച്ചു. ഫസ്റ്റ് ഞാൻ ഒരു ഗ്രേ കളറാണ് അടിച്ചത്. പിന്നെ സെക്കൻഡ് കോട്ടായിട്ട് പ്രൈമർ തന്നെ അടിച്ചിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഞാൻ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ചകളിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ബാത്റൂമിലെ കുറച്ച് ഫിറ്റിങ്സും കിച്ചണിലെ ഫിറ്റിങ്സും ഞാൻ ഇളക്കിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വീക്ക് 6. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.